ഹലോ എവ്രി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ആക്ച്വലി ഇത് നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് പരമായിട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അത്രയ്ക്കും കോറായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ആക്ച്വലി എന്താണ് ഈ നമ്പർ സിസ്റ്റം എന്നും ബൂളിയൻ ആൽജിബ്ര എന്താണെന്നൊക്കെ പഠിച്ചിരിക്കണം. സോ ആക്ച്വലി ഈ ഒരു മോഡ്യൂൾ 1 നമ്പർ സിസ്റ്റം ആൻഡ് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത് ആക്ച്വലി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇവരെ തേർഡ് സെമസ്റ്ററിലെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്പർ സിസ്റ്റം ആൻഡ് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത്. ആക്ച്വലി ഡിപ്ലോമക്കാർക്ക് മാത്രമല്ല ഈ ഒരു മോഡ്യൂൾ പഠിക്കാൻ വരുന്നുണ്ടായിരിക്കുക. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള ബിടെക് സ്റ്റുഡൻസിനും ഇതേ നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലൊക്കെയാണ് ഇത് വരുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ് ലാറ്റർ എൻട്രി വഴി ബിടെക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇലക്ട്രോണിക്സ് ക്ലാസ്സിലൊക്കെ. സോ ഇത് ഇലക്ട്രോണിക്സിൻ്റെ ആക്ച്വലി ബേസിക് ഐഡിയ ആണ് എന്താണ് ഈ നമ്പർ സിസ്റ്റം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ സിസ്റ്റം എന്താണെന്നുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ KTUവിലായിരുന്നാലും ക്യുസാറ്റിൻ്റെ കീഴിലുള്ള ബിടെക്കിലായിരുന്നാലും അന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നാലും അന്നാമല യൂണിവേഴ്സിറ്റിയിലായിരുന്നാലും നിങ്ങൾക്കിത് ഈ ഒരു ടോപ്പിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ സിസ്റ്റം എന്തായാലും പഠിക്കാനുണ്ട്. സോ നമ്പർ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഡിപ്ലോമയുടെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഡീപ്പായിട്ട് പഠിക്കാനില്ല. ആക്ച്വലി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പഠിച്ച് പോയാൽ മതി, അത്ര ഡീപ്പായിട്ട് പോകണ്ട. ബിടെക്കിന് ചെല്ലുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാണ്ട്. സോ ഇവിടെ എന്തായാലും നമുക്ക് നോക്കാം. സിലബസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻട്രഡക്ഷൻ ടു ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റം. ഓക്കെ, സിലബസിൽ ആദ്യം നമുക്ക് എന്താണ് നമ്പർ സിസ്റ്റം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എത്ര ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്, എന്തൊക്കെയാണ് അവരെ കൺവേർഷൻസ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ് നമുക്ക് പഠിക്കണം. പിന്നെ ബൈനറി കോഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് അവിടെ വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന സിലബസിൻ്റെ അകത്തുള്ളത്. സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് ലോജിക് ഗേറ്റ്സ്, നമ്മൾ ഗേറ്റ്സിനെ കുറിച്ച് പഠിക്കും. ഗേറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്ന നമ്പർ സിസ്റ്റം. സോ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സിലബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി ഒരു നെറ്റ്വർക്ക് സിസ്റ്റം എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി ഒരു നമ്പർ സിസ്റ്റം. ഓക്കെ, a number system is a systematic way of represent quantities or values using a specific set of symbols or digits according to a fixed mathematical rules. ഒരു ഫിക്സഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റൂൾസ് വെച്ചുകൊണ്ട് ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുക. എന്ത് വെച്ചിട്ട്? ഒരു സർട്ടൻ സിമ്പിൾസ് വെച്ചിട്ടോ ഡിജിറ്റ് വെച്ചിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്പർ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ മാത്രം ഇങ്ങനെ വായിച്ചെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഇത് മനസ്സിലാകാൻ പോകുന്നില്ല. സോ ആക്ച്വലി നമ്പർ സിസ്റ്റം എന്താണെന്നൊരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പം നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റി കേട്ടിട്ടുണ്ട്. സി പ്രോഗ്രാമിംഗ് ഉണ്ട്, സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പൈത്തൺ ഉണ്ട്. സോ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ആക്ച്വലി നമ്പർ സിസ്റ്റം വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രോഗ്രാമേഴ്സ് ആക്ച്വലി എന്തറിഞ്ഞിരിക്കണം? ആക്ച്വലി നമ്പർ സിസ്റ്റംസ് അറിഞ്ഞിരിക്കണം. നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡിജിറ്റ്സും കുറച്ച് സിമ്പിൾസൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റോബോട്ടിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ റോബോട്ടിൻ്റെ അടുത്ത് നടക്കുമെന്ന് പറഞ്ഞാൽ റോബോട്ടിന് നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ആക്ച്വലി നടക്കാൻ വേണ്ടി പ്രോഗ്രാമിംഗ് ചെയ്യണം. പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ കുറേ നീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ആ നീഡ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ നെഗറ്റീവ് ലാംഗ്വേജിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കതിനെ പ്രത്യേക ഒരു നമ്പർ സിസ്റ്റത്തിൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മുടെ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. സോ ആ ഒരു പർട്ടിക്കുലർ നമ്പർ സിസ്റ്റംസിനെ പറ്റിയാണ് നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത്? ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ നമ്പർ സിസ്റ്റത്തിന് നമുക്ക് എത്ര ടൈപ്സ് ആയിട്ട് മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ,
നമ്പർ സിസ്റ്റത്തിന് നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബൈനറി നമ്പർ സിസ്റ്റം എന്നും, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നും, ഒക്ടൽ നമ്പർ സിസ്റ്റം എന്നും, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നും പറഞ്ഞ് 4ആയിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളെ സിലബസ് പ്രകാരം സിലബസിൻ്റെ അകത്ത് ബൈനറി നമ്പർ സിസ്റ്റവും ഡെസിമലും ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇൻട്രൊഡക്ഷനിൽ പഠിക്കാൻ വേണ്ടി. ഒക്ടൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബിടെക് ചെയ്യുമ്പോൾ ഒക്ടലിനെ കുറിച്ചും പഠിച്ചോളും. സോ നമുക്കിവിടെ എന്തായാലും 3 ടൈപ്സ് ഓഫ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചാൽ മതി. ബൈനറി നമ്പർ സിസ്റ്റവും ഡെസിമൽ നമ്പർ സിസ്റ്റവും ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് സിസ്റ്റത്തിൻ്റെ അകത്തോടെ ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ ആക്ച്വലി ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റാഡിക്സ് എന്ന് പറയുന്നത്. കൂടുതലും ടെസ്റ്റിലൊക്കെ റാഡിക്സ് എന്നായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. എന്നാലും നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ബേസ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ആക്ച്വലി ബേസ് എന്ന് പറയുന്നത്? ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? എവറി നമ്പർ സിസ്റ്റം ഹാസ് എ ടോട്ടൽ നമ്പർ ഓഫ് അലോവ്ഡ് സിമ്പിൾസ് വിച്ച് വി കാൾ ഇറ്റ്സ് ബേസ്. ഒരു നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് ആ സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സിമ്പിൾസോ കുറച്ച് നമ്പേഴ്സോ കാണും. സോ അത് എത്ര എണ്ണം ഉണ്ട്? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബൈനറി നമ്പർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് 2 ഡിജിറ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബേസ് 2 ആയിരിക്കും. സോ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് എത്ര സിമ്പിൾസ് ആണോ അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് വെച്ചാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിനെ, അതിൻ്റെ ബേസ് ആ നമ്പറിന് ഈക്വൽ ആയിരിക്കും. സോ ബൈനറിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബേസ് 2 ആണ്. ഇപ്പോൾ ഡെസിമൽ എടുക്കുകയാണെങ്കിൽ ഡെസിമലിൻ്റെ അകത്ത് നമ്മൾ ഒരു 10 ഡിജിറ്റ്സ് വെച്ചാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസ് എന്തായിരിക്കും? 10 ആയിരിക്കും. സോ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ബേസ്. ഓക്കെ, സോ അത് എളുപ്പമല്ലേ? എവറി നമ്പർ സിസ്റ്റം ഹാസ് എ ടോട്ടൽ നമ്പർ ഓഫ് അലൗഡ് സിമ്പിൾസ് വിച്ച് വി കാൾ ഇറ്റ്സ് ബേസ്. സോ അത് ഡിജിറ്റ്സ് ആവാം, സിമ്പിൾസ് ആവാം, ആൽഫബറ്റ്സ് ആവാം, വാട്ട് എവർ. ഓക്കെ, സോ എന്താണ് ഈ ഡെസിമൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആക്ച്വലി നമുക്ക് എത്ര മെയിൻ ഡിജിറ്റ്സ് ആണ് ഈ നമ്പറിൽ വരുന്നത്? 0 തൊട്ട് 9 വരെയല്ലേ? 9 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 9 വരെയുള്ള ഡിജിറ്റ്സിനെ കമ്പൈൻ ചെയ്തല്ലേ ഓരോ നമ്പേഴ്സ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 10 എടുക്കുക. 10ൽ 1 എന്ന് പറഞ്ഞ ഡിജിറ്റും 0 എന്ന് പറഞ്ഞ ഡിജിറ്റും ഇല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു 97 എടുക്കുക. അതിൽ 9 എന്ന് പറഞ്ഞ ഡിജിറ്റും 7 എന്ന് പറഞ്ഞ ഡിജിറ്റും കമ്പൈൻ ചെയ്താൽ 97 ഫോം ചെയ്തിരിക്കുന്നത്. സോ പറഞ്ഞതൊന്നും വേറൊന്നുമല്ല, നമ്മൾ ഹ്യൂമൻ എവോൾവ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ നമ്പറിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലെ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്തിട്ടാണ്. ആക്ച്വലി നമുക്ക് എത്ര ഫിംഗേഴ്സാണ് കയ്യിലുള്ളത്? 10 ഫിംഗേഴ്സാണ് കയ്യിലുള്ളത്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ എത്ര ഡിജിറ്റ്സ് ഉണ്ടാക്കിയത്? 10 ഡിജിറ്റ്. എവിടെ തൊട്ട് ഏത് വരെ? 0 തൊട്ട് 9 വരെയാണെന്ന് പറയുന്നത് ആ ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 0 to 9 വരെയുള്ള ഡിജിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ സിസ്റ്റം, അല്ലെങ്കിൽ ഹ്യൂമൻ സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. വി യൂസ് ബേസ് 10 ബിക്കോസ് വി ഹാവ് 10 ഫിംഗേഴ്സ്. നമ്മൾ പറഞ്ഞു ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം 0 തൊട്ട് 9 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 10 ഡിജിറ്റ്സ് ഉണ്ട്. സോ ഈ 10 ഡിജിറ്റ്സ് നമ്മൾ എവിടെ നിന്നാണ് അതിലോട്ട് എത്തിയത്? നമ്മൾ 10 ഫിംഗേഴ്സ് നിന്നല്ലേ. സോ അതുകൊണ്ട് തന്നെ 10 ഡിജിറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിൽ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആയിരിക്കും. അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്? ബൈനറി നമ്പർ സിസ്റ്റം ആക്ച്വലി നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ഒരു കാര്യം ഒരു കമ്പ്യൂട്ടർ ഒരു ഇൻഫോർമേഷൻ മനസ്സിലാക്കി എടുക്കുന്നത് എന്താണ്? സീറോസിൻ്റെയും 1ൻ്റെയും രൂപത്തിലാണ്. ഞാൻ ഇപ്പം സീറോസും 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് പിടികിട്ടും. സോ 0ൻ്റെയും 1ൻ്റെയും രൂപത്തിലാണ് കമ്പ്യൂട്ടർ ഇൻഫോർമേഷൻ മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, സോ 0യും 1ഉം മാത്രമുള്ള ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കീബോർഡിൽ എ എന്ന് പറഞ്ഞ നമ്പർ ഞെക്കിയാലും അതിന് നമ്മുടെ CPU-ൻ്റെ അകത്ത് ആ ഒരു എ എന്ന് പറയുന്ന ഒരു ലെറ്ററിന് ഒരു കോഡുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 110 1110 എന്നൊക്കെ പറയുന്നൊരു കോഡുണ്ട്. അപ്പം നമ്മൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ 1സിൻ്റെയും 0സിൻ്റെയും ഫോമിലായിരിക്കും. ഓക്കെ,
സോ എന്താണ് ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്? ബൈനറി നമ്പർ സിസ്റ്റം കൂടുതലും എവിടെ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഡിവൈസസിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഡിജിറ്റൽ സർക്യൂട്ട്സ് യൂസ് ബേസ് 2 ബിക്കോസ് ഡിജിറ്റൽ കമ്പോണൻസ് വർക്ക് ലൈക്ക് എ സ്വിച്ച്. എ സ്വിച്ച് ക്യാൻ ഓൺലി ഹാവ് 2 സ്റ്റേറ്റ്സ്, ഓഫ് ഓൺ. എടാ നമുക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? 2 ഡിജിറ്റ്സ് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? 0ഉം 1ഉം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് എത്രയായിരിക്കും? ബേസ് അല്ലെങ്കിൽ റാഡിയസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം സ്വിച്ച് ഓഫ് ആക്കുന്നത് 0 ആയിട്ട് എടുത്താൽ ഓൺ ആക്കുന്നത് എന്തായിട്ട് എടുക്കണം? 1 ആയിട്ട് എടുക്കണം. സോ നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ കമ്പ്യൂട്ടർ അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് 0 എന്നാണ്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കമ്പ്യൂട്ടർ അത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 1 എന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ ഇങ്ങനെയാണ് ബൈനറി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബൈനറി സിസ്റ്റം വെച്ച് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള മെഷീൻസ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രോഗ്രാം ചെയ്യിപ്പിച്ചിട്ട്. സോ കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ലെറ്ററിന് വലിയ നീളത്തിലുള്ള കോഡായിരിക്കും ഒരു കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഒരു 110 110 എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കോഡായിരിക്കും. സോ ഇത്രയും വലിയ കോഡൊക്കെ മെഷീൻസിലോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ മെഷീൻസ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു എന്താണ് സ്വിച്ച് ഇടുമ്പം അല്ലെങ്കിൽ ഒരു കമാൻഡ് പറയുമ്പം റൂമിലെ ലൈറ്റും ഫാനും എല്ലാം കറങ്ങണം എന്നൊക്കെ പറയുന്ന ഒരു അവിടെ പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ ബൈനറി ലാംഗ്വേജ് വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ബൈനറി ചെയ്യാൻ പറ്റും, പക്ഷേ അത്രയും കോംപ്ലക്സ് ആയിരിക്കും. സോ ആ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കി ഉള്ള സിസ്റ്റംസിനെയൊക്കെ ആശ്രയിക്കുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റം ആയിരുന്നാലും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരുന്നാലും കൂടുതലും ആശ്രയിക്കുന്നത്. കൂടുതലും പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. എന്താണ് ആക്ച്വലി ബേസ് എന്ന് പറയുന്നത്? ബേസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ്സ് വെച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. സോ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ ഹ്യൂമൻസിന് ഉണ്ടാക്കിയ നമ്പർ സിസ്റ്റമാണ്. അതിൽ എവിടെ തൊട്ട് ഏത് വരെയാണ് വരുന്നത്? 0 to 9 വരെയാണ് വരുന്നത്. ഹ്യൂമൻസ് ഉണ്ടാക്കിയ മീൻസ് എല്ലാം ഹ്യൂമൻസ് തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ നമുക്ക് നമ്മളെ കയ്യിലെ ഫിംഗേഴ്സ് വെച്ച് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഡിജിറ്റ്സ് ആണ് എന്തിൽ വരുന്നത്? ഈ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് നമ്പർ സിസ്റ്റത്തിനെ പറ്റി കുറച്ചൊരു ബേസിക് ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ നമ്പർ സിസ്റ്റം എന്താണെന്ന് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മൾ നമ്പർ സിസ്റ്റവും അതിൻ്റെ ബേസും ആ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏതൊക്കെ സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആണ് വരുന്നത്, ഈ നമ്പർ സിസ്റ്റം എവിടെയാണ് യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടും ആക്ച്വലി എന്താണ് ഈ നമ്പർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. സോ ഫസ്റ്റ് നമ്പർ സിസ്റ്റം നമുക്ക് പഠിക്കാനുള്ളതാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് അലോ ചെയ്തിട്ടുള്ള സിമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണം മാത്രമാണ് ഉള്ളത്. ഒന്ന് 0ഉം ഒന്ന് 1ഉം ആണ്. സോ ഈ 2 ഡിജിറ്റ്സ് മാത്രം വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബേസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സിലും കമ്പ്യൂട്ടേഴ്സിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ തന്നെ നമുക്ക് എന്തിനെ പറയാൻ പറ്റും? ബൈനറി നമ്പർ സിസ്റ്റത്തിനെ പറയാൻ പറ്റും. സോ നെക്സ്റ്റ് രണ്ടാമത് നോക്കാനുള്ളതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്കറിയാം അതിനകത്ത് എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണുള്ളത്. സോ 0 മുതൽ 9 വരെ മൊത്തം 10 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയായിരിക്കും? ബേസ് അല്ലെങ്കിൽ റാഡിയസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. സോ നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻസ് എവരിഡേ കാൽക്കുലേഷനും മറ്റും എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നുണ്ടായിരിക്കുക. മൂന്നാമത്തെയാണ് കുറച്ചും കൂടെ ഒരു കോംപ്ലക്സ് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ നല്ലൊരു നമ്പർ സിസ്റ്റമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മൊത്തം അതിൻ്റെ ബേസ് വരുന്നത് 16 ആണ്. 16 എങ്ങനെ വന്നെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും വരുന്നുണ്ട്, A തൊട്ട് F വരെയുള്ള ആൽഫബറ്റ്സും വരുന്നുണ്ട്. സോ മൊത്തം ആക്ച്വലി എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? ആക്ച്വലി 0 to 9 വരെ മൊത്തം 10 ഡിജിറ്റ്സും ഉണ്ട്. പോരാത്തതിന് മൊത്തം എത്ര ആൽഫബറ്റ്സും വരുന്നുണ്ട്? 6 ആൽഫബറ്റ്സും വരുന്നുണ്ട്. സോ 10 + 6 മൊത്തം 16 സിമ്പിൾസ് അല്ലെങ്കിൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും
ആൽഫബറ്റും ഡിജിറ്റും കൂടെ ചേർത്തുകൊണ്ട് മൊത്തം 16 പേര് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ അതുകൊണ്ട് തന്നെ ബേസ് എത്രയായിട്ടാണ് വരുന്നുണ്ടായിരിക്കുക? 16 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി എവിടെയാണ് ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആക്ച്വലി യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രൊസസ്സേഴ്സിലും പ്രോഗ്രാമേഴ്സും ഒക്കെയാണ്. പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്തും മൈക്രോ പ്രൊസസ്സറിലൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിന്, ഈ 3 നമ്പർ സിസ്റ്റത്തിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ നമുക്കിന് ഡീപ്പായിട്ട് ഓരോന്നിന് ഡൈവ് ചെയ്ത് നോക്കാം എന്താണ് ഈ ആക്ച്വലി നമ്പർ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് നോക്കാം ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണെന്ന്. സോ ഫസ്റ്റ് പോയിന്റ്, ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് എ ബേസ് 10 ഓർ റാഡിക്സ് 10 നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ദർ ആർ 10 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഓർ സിമ്പിൾസ്. ഈ നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ട്? 10 എണ്ണമുണ്ട്. എവിടെ തൊട്ട് ഏത് വരെയാണ്? 0 to 9 വരെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ നോക്കാം. 7862.4. ഓക്കെ, ഈ 7862.4 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒറ്റ, 10, 100, 1000. 7 എന്ന് പറയുന്നത് 1000ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത്. സോ 7ന് നമുക്ക് 7000 എന്ന് എഴുതാം. 8 എന്ന് പറയുന്നത് 100ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത്. സോ 8ന് നമുക്ക് 800 എന്ന് എഴുതാം. 6 എന്ന് പറയുന്നത് 10ൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. സോ നമുക്ക് അതിന് 60 എന്ന് എഴുതാം. 2 എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്താണ് കിടക്കുന്നത്. സോ 2 എന്ന് എഴുതാം. ബാക്കി ഡെസിമൽ വരെ നമുക്ക് എന്ത് എഴുതാം? 0.4 എന്ന് എഴുതാം. ഇതെല്ലാം കൂട്ടിയായിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 7862.4 എന്നാണ് കിട്ടാൻ പോകുന്നത്. സോ ഇത് ആക്ച്വലി എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഒരു നമ്പറാണ്. സോ ഇത് നമുക്കറിയാം, ഈ ഒരു ഡെസിമൽ നമ്പറിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 10 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് നമ്മൾ എഴുതുന്നത് 10ൻ്റെ പവറായിട്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ബേസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. കാരണം 10 ഡിജിറ്റ്സ് വെച്ചാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിജിറ്റ്സ് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ നമ്പേഴ്സിൻ്റെയും പൊസിഷണൽ വെയിറ്റേജ് നമ്മൾ 10 വെച്ചിട്ട് 10ൻ്റെ പവറായിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നോക്കി 7862.4. ഓക്കെ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ 2ൻ്റെ അവിടുത്തെ പവർ എന്ന് പറയുന്നത് 10⁻0 ആയിരിക്കും. 6ൻ്റെ അവിടുത്തെ 10ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 10⁻1 ആണ്. 8ൻ്റെ അവിടുത്തെ 10ൻ്റെ പവർ 10 സ്ക്വയർ ആയിരിക്കും. 7ൻ്റെ അവിടുത്തെ 10ൻ്റെ പവർ എന്ന് പറയുന്നത് 10 ക്യൂബ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റ, 10, 100, 1000. സോ 1000ൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റ 10, 100 ഇവിടെ വന്നിരിക്കുന്നു. 10ൻ്റെ ഇവിടെ വന്നിരിക്കുന്നു. ഒറ്റേര ഇവിടെ വന്നിരിക്കുന്നു. 10⁻0 എന്ന് വെച്ചാൽ ഏതൊരു നമ്പർ റൈസ് 0 എന്താണ്? 1 ആണ്. ഓക്കെ, സോ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഇട്ടു, പവർ മൈനസിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ 10⁻1 വരും. ഇങ്ങോട്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് 10⁻2 ആയിരിക്കും പവർ. 10⁻3, 10⁻4 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, സോ ഈ ഒരു നമ്പർ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നമ്പർ ഏതാണ്? 7862.4 എന്ന് പറയുന്ന നമ്പറിൽ ഏറ്റവും ലെഫ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് MSB എന്ന് പറയുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. സോ MSB എന്ന് വെച്ചാൽ എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. സോ ഒരു നമ്പറിൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് വരുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആ നമ്പറിൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് വരുന്ന ഡിജിറ്റിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, LSB എന്ന് പറയുന്നത്. സോ ഈ MSBയും LSBയും നിങ്ങൾ എന്താണെന്ന് മനസ്സിലായിരിക്കണം. ഓക്കെ, സോ MSBയുടെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. MSB മീൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും LSB മീൻസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ് LSB എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡെസിമൽ സിസ്റ്റം. അപ്പോൾ ഓക്കെ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ നമ്പേഴ്സാണ് വരുന്നത്? ഡിജിറ്റ്സാണ് വരുന്നത്. 0യും 1ഉം. 0യും 1ഉം വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് എന്തായിട്ട് വന്നാലേ പറ്റത്തുള്ളൂ? 2 ആയിട്ട് വന്നാലേ പറ്റത്തുള്ളൂ. Binary number system is a base 2 number system. There are 2 different digits or symbols ഏതൊക്കെയാണ്? 0 and 1. ഓക്കെ,
ബൈനറി നമ്പർ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് 2. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് എന്തിനാ റെപ്രസെൻറ്റ് ചെയ്തേ? 10 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തേ. പക്ഷേ ഇവിടെ അതല്ല കേസ്. ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് വെച്ചാൽ 2 ആണ്. സോ നമ്മൾ പൊസിഷണൽ വെയിറ്റേജ് കൊടുക്കുമ്പോൾ എന്ത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവൂ? 2 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് ആകെ 2 ഡിജിറ്റ്സേ വരുന്നുള്ളൂ. ഒന്ന് 0യും ഒന്ന് 1ഉം. സോ വേറെ നമ്പേഴ്സിന് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം പറയുന്ന സമയത്ത് എഴുതാൻ പറ്റത്തില്ല. സോ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 10.011.011 എന്ന് പറയുന്നൊരു ബൈനറി നമ്പർ സിസ്റ്റം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഉള്ള ഡിജിറ്റിനെ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നും ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഉള്ള ഡിജിറ്റിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നും. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജിൻ്റെ റെപ്രസെൻറ്റേഷനോടെ നോക്കാം. നേരത്തെ ഡെസിമലിൻ്റെ കേസിൽ ഇവിടെ മൊത്തം 10ൻ്റെ പവറായിട്ട് വന്നെങ്കിൽ ഇവിടെ വരുന്നതെല്ലാം എന്തിൻ്റെ പവറായിട്ടാണ്? 2ൻ്റെ പവറായിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. നേരത്തെ പോയിന്റിനെ നമ്മൾ ഇവിടുത്തെ പോയിന്റിനെ വിളിച്ച ഡെസിമൽ പോയിന്റ് എന്നും ബൈനറി നമ്പർ സിസ്റ്റത്തിലെ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി പോയിന്റ്. ഇവിടെ വരുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബൈനറി പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ 2ൻ്റെ പവർ വെച്ച് പോസിറ്റീവ് സൈഡിലോട്ട് പോകുന്നു, ഇവിടെ 2ൻ്റെ പവർ വെച്ച് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നു. ഓക്കെ, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ LSB എന്നും ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെ MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നും പറയുന്നു. സോ ഇത്രയാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആയിരുന്നു, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആയിരുന്നു. ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 16 വരണമെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വേണം? മൊത്തം എല്ലാം കൂടി 16 ആൾക്കാർ വേണം അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ 16 ടേംസ് വരണം അതിൻ്റെ അകത്ത്. So hexadecimal number system consists of 16 different symbols or numbers. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 16 നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 0 to 9. ദെൻ എത്ര ആൽഫബറ്റ്സും വരുന്നുണ്ട്? 6 ആൽഫബറ്റ്സും വരുന്നുണ്ട്. ഇത് ഇത്രയും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സിസ്റ്റമായിട്ട് മാറുന്നത്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് മാറുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എക്സ്പ്രസ്ഡ് ആസ് ദി പവർ ഓഫ് 16. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ പവറായിട്ടാണ്? 16ൻ്റെ പവറായിട്ടാണ്. കാരണം എന്താണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് വെച്ചാൽ എന്താണ്? 16 ആണ്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 16BF എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. 6BF എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. 6BFൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുകയാണ്? പൊസിഷണൽ വെയിറ്റേജ് നോക്കുകയാണ്. സോ എല്ലാം എന്തിൻ്റെ പവറിലാണ് കൊടുത്തിരിക്കുന്നത്? 16ൻ്റെ പവറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇതിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് A തൊട്ട് F വരെയുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തെഴുതാൻ പറ്റും? ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് 6BF എന്നാണ്. 6BFൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെ അല്ലെങ്കിൽ സിമ്പിളിനെ വിളിക്കുന്ന ആണ് എന്തെന്ന് പറയുന്നത്? MSB എന്ന് പറയുന്നത്. റൈറ്റ് മോസ്റ്റ് ഇവിടെ ആൽഫബറ്റ് ആണ്. സോ ആൽഫബറ്റിനെ എന്തെന്ന് വിളിച്ചു? LSB എന്ന് വിളിച്ചു. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വിളിച്ചു. ദെൻ ഇവിടെ പോയിന്റ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ Fനെ 16/0 എന്ന് എഴുതാം, പൊസിഷണൽ വെയിറ്റേജ്. Bനെ 16/1 എന്ന് എഴുതി. ആൻഡ് 6നെ എന്തെന്ന് എഴുതി? 16² എന്ന് എഴുതി. സോ ഇതാണ് ആക്ച്വലി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിനായിട്ട് 3 നമ്പർ സിസ്റ്റം നമ്മൾ നോക്കിയായിരുന്നു. ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് 10 ഉള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 to 9 വരെയാണ്. ദെൻ ബൈനറി നമ്പർ സിസ്റ്റം നോക്കി. ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ബേസ് എന്ന് വെച്ചാൽ 2 ആണ്. ഉള്ള ഡിജിറ്റ്സ് എന്ന് വെച്ചാൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബേസ് 2 ആയത്. റെപ്രസെൻറ്റ് ചെയ്യുന്ന പവർ പൊസിഷണൽ വെയിറ്റേജ് നമ്മൾ 2ൻ്റെ പവർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അവസാനം പഠിച്ചതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ അകത്ത് 16ൻ്റെ പവർ വെച്ചിട്ടാണ് പൊസിഷണൽ വെയിറ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബേസ് 16 ആണ്. 16 സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് അതിൻ്റെ അകത്ത് വരുന്നുള്ളതുകൊണ്ടാണ് 16 ബേസ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും
ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം തമ്മിലുള്ള റിലേഷനാണ് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ടേബിളിൻ്റെ അകത്ത് ഡെസിമൽ നമ്പേഴ്സും ഹെക്സാഡെസിമൽ നമ്പേഴ്സും 0 മുതൽ 9 വരെ സെയിം ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 0 മുതൽ 9 വരെ ഹെക്സാഡെസിമൽ നമ്പേഴ്സും ഡെസിമൽ നമ്പേഴ്സും സെയിം ആണ്. വ്യത്യാസം വരുന്നത് ഈ 9 കഴിയുമ്പോഴാണ്. 9 കഴിയുമ്പോൾ ഇവിടെ 10, 11, 12, 13, 14, 15 എന്ന് പോകുന്ന സ്ഥലത്ത് ഹെക്സാഡെസിമലിൻ്റെ പ്ലേസിലാകുമ്പം ABCDEF എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഹെക്സാഡെസിമലിൻ്റെയും ഡെസിമലിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂസാണ് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല. അത് നമുക്ക് വഴിയെ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, എഴുതേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലായില്ല. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് ആക്ച്വലി എന്താണ് നമ്പർ സിസ്റ്റം എത്ര തരത്തിലുണ്ട്, എന്നിട്ട് ഓരോ നമ്പർ സിസ്റ്റത്തിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. സോ ഇത്രയാണ് നമ്പർ സിസ്റ്റത്തിൽ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഒരു നമ്പർ സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന വാല്യൂസിനെ മറ്റേതിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, കൺവേർഷൻ ഓഫ് നമ്പർ സിസ്റ്റംസ് ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. സോ ഇത്രയും പഠിപ്പിച്ചതിൻ്റെ നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. സോ ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.